ചേട്ടന്റെ ബോളിംഗ് കാരണമാണ് ഞാനൊരു നല്ല ബാറ്റ്സ്മാൻ ആയെന്നാണ് എന്റെ വിശ്വാസം. ചേട്ടനെ കൊണ്ട് കുറെ അറിയിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഇൻ സ്വിങ്ങും ഔട്ട് സ്വിങ്ങും ബൗൺസറും എല്ലാം എറിഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഞാനത് സൂചിച്ച് ബാറ്റ് ചെയ്യുന്നു. ഞാൻ തിരിച്ച് ബോൾ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കുഴപ്പി ഓഫ് സ്പിൻ ലെഗ് സ്പിന്നൊക്കെ എറിഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം. സഞ്ജുന് വേറെ സ്പെഷ്യൽ ആവുന്നതേ ഗ്രൗണ്ടിൽ നിന്ന് സഞ്ജുനെ നിയന്ത്രിക്കുന്നത് ചേട്ടനാ. അതെ അതെ, വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചേട്ടനും എന്നെ പോലെ അല്ലെങ്കിൽ എന്നെയും കാട്ടിയും കുറച്ചുകൂടെ ക്രിക്കറ്റിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി കുറേ എഫേർട്ട് ഇട്ടിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കും ഇങ്ങനത്തെ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് വലിയ സന്തോഷമാണ് വീട്ടിലെല്ലാവർക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു ടീമിന് അങ്ങനത്തെ ഒരു ലീഡറിന്റെ ആവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സുഭാഷ് ചേട്ടന് കറക്റ്റായിട്ട് ആ ഒരു തീരുമാനം നമ്മളെല്ലാവരും ചേർന്നെടുത്തതിൽ വലിയ സന്തോഷമാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ ഇപ്പൊ ചെറുപ്പത്തിൽ നിങ്ങൾ രണ്ടാളും വിഴിഞ്ഞത്തുനിന്ന് ഇങ്ങോട്ട് ബസ്സിലൊക്കെ ഒരുപാട് കയറി വന്നിട്ടാണ് പ്രാക്ടീസിന് വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും ബാഗ് എടുത്തിട്ട് എല്ലാ ദിവസവും വിഴിഞ്ഞത്തുനിന്ന് ആദ്യം കിഴക്കേക്കോട്ട വന്ന് ഇറങ്ങും. അവിടെ നിന്ന് വേറെ ബസ് എടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ പോകും. അപ്പോൾ ഇതൊരു 5-10 വർഷങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ അതിന്റെയൊക്കെ ഒരു സന്തോഷം എപ്പോഴും ഉണ്ട് മനസ്സിൽ. ചേട്ടൻ ഒരു രഹസ്യം കൂടെ പറഞ്ഞു, സഞ്ജു ഒരു നല്ല ലെഗ് സ്പിന്നർ കൂടിയായിരുന്നു. ലെഗ് സ്പിന്നർ എനിക്കങ്ങനെ വലിയായിട്ട് ഓർമ്മയില്ല. ബാറ്റ് വിട്ടുകൊടുക്കൂലായിരുന്നു പറഞ്ഞു. അതെ അതെ, ബാറ്റിംഗ് അങ്ങനെയാണ്. ചേട്ടന്റെ ബോളിംഗ് കാരണമാണ് ഞാനൊരു നല്ല ബാറ്റ്സ്മാൻ ആയെന്നാണ് എന്റെ വിശ്വാസം. ചേട്ടനെ കൊണ്ട് കുറെ അറിയിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഇൻ സ്വിങ്ങും ഔട്ട് സ്വിങ്ങും ബൗൺസറും എല്ലാം എറിഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഞാനത് സൂചിച്ച് ബാറ്റ് ചെയ്യുന്നു. ഞാൻ തിരിച്ച് ബോൾ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കുഴപ്പി ഓഫ് സ്പിൻ ലെഗ് സ്പിന്നൊക്കെ എറിഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ സാംസൺ ബ്രദേഴ്സ് ഇത്തവണ ഗംഭീരമാക്കും. ഇല്ല, ഓൾറെഡി ഗംഭീരം ആയി കഴിഞ്ഞല്ലോ. ഇനി ഗംഭീരമാക്കാനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നിച്ച് കളിക്കാനുള്ള ഒരു സംഭവം ഒത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു സക്സസ് തന്നെയാണ്. പിന്നെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും. നമ്മൾ കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാവരും നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്ന പ്ലേയേഴ്സ് ആണല്ലോ. വീട്ടുകാരും വളരെ ഹാപ്പി ആയിരിക്കില്ലേ രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ? എല്ലാവരും വലിയ ഹാപ്പിയാണ്. അച്ഛനും അമ്മയും